സർ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കഴിച്ചോ എന്നുള്ളൊരു ഒരു ആൻസർ കേൾക്കുന്നത്. കാരണം ഞാൻ 2017 തൊട്ട് ഈ വണ്ണം കുറയ്ക്കാനായിട്ട് ഒരുപാട് ഓൺലൈൻ പ്രോഗ്രാംസിന് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെയ്യാതെ ശരിയല്ല, എന്നാൽ മറ്റൊന്ന് ഇങ്ങനെ ശരിയായിട്ടുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് അവരൊരു ഡയറ്റ് തരും. ഇന്നത് കഴിക്കണം, ഇന്നത് കഴിക്കണം, ഓരോ ദിവസം 7 ഡേയ്സ് പ്ലാൻ, അടുത്ത 7 ഡേയ്സ് ഇങ്ങനെ അവരുടെ പ്രോഗ്രാം ഫിനിഷ് ആവുന്നിടം വരെ ആ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കഴിച്ച് എൻ്റെ ഒരു 10 kgs 12 kgs ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ ജ്യൂസ്, ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും, അതിനകത്ത് ജ്യൂസസും സൂപ്പും മാത്രമായിരിക്കും. അപ്പോൾ അത് കുറെ കഴിയുമ്പോൾ എനിക്കത് മടുക്കും. അതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെയിറ്റ് എല്ലാം എനിക്ക് തിരിച്ചു വരാറുണ്ട്. കാരണം 12 hour ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അന്നൊക്കെ ഓരോ പ്രോഗ്രാംസിന് ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ നാളെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കല്യാണ പ്രോഗ്രാം ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയും അത് പാടില്ല, അപ്പൊ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ, അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പം എനിക്ക് ഡയറ്റിങ് ഞാനങ്ങ് വെറുത്തുപോയി. കാരണം എനിക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല, ചോറ് കഴിക്കാൻ പറ്റില്ല, ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം എനിക്കങ്ങ് ഡയറ്റിംഗ് എന്ന് പറയുമ്പോഴേ ഇതൊന്നും കഴിക്കരുത് എന്നുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ കയറി. പക്ഷെ സാറിന്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്താണ് ഡയറ്റിംഗ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓണത്തിന് സാറിനോട് ചോദിച്ചപ്പോഴും സാർ പറഞ്ഞു സദ്യ കഴിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും നാളും നോക്കിയത് വെറുതെ ആയി പോവോ, ഈ സദ്യ ആ ഒരു ദിവസം ഞാൻ ചീറ്റ് ഡേ എടുത്ത് ചോറ് കഴിക്കുന്നു, സദ്യ കഴിച്ചു, പായസം ഇതെല്ലാം കഴിക്കുമ്പോൾ ഞാൻ കുറച്ച് 2-3 കിലോ കൂടുവോ, പിന്നെ ഞാൻ അത് കുറയ്ക്കാൻ കഷ്ടപ്പെടണ്ടേ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുവെങ്കിലും ഞാൻ ആ ഓണത്തിന്റെ അന്ന് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ അന്ന് ഫുഡ് കഴിച്ചു. ഈ സാറ് പറഞ്ഞ പോലെ ഒരു 700, ഞാൻ ഓർക്കുന്നില്ല, 800 grams എങ്ങാണ്ട് വെയിങ് സ്കെയിൽ കൂടി നെക്സ്റ്റ് ഡേ. പക്ഷെ ഒരു 2-3 ദിവസം കൊണ്ട് ബാക്ക് ടു ആ വെയിറ്റ് ആവുകയും ചെയ്തു. ഞാനത് ഡയറിക്കകത്ത് ജോയിൻ ചെയ്തപ്പോൾ തൊട്ടുള്ള എല്ലാ ആഴ്ചയിലും വെയിറ്റ് ഞാൻ എഴുതിയിടുന്നുണ്ട്, എല്ലാ തേഴ്സ്ഡേയിലും. അപ്പം ഞാൻ ആ ഡയറി നോക്കിയപ്പോൾ എനിക്ക് ഒരിക്കൽ പോലും, ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വീട്ടിലെ ആഹാരം കഴിച്ചിട്ടുണ്ട്, ചോറ് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്, അല്ലെ ഉച്ചയ്ക്കും വൈകിട്ടും ചോറ് കഴിച്ച ദിവസങ്ങളുണ്ട്, പിന്നെ ഇടയ്ക്ക് ബിരിയാണി കഴിച്ച ദിവസങ്ങളുണ്ട്. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞില്ല, അപ്പോഴും ഞാൻ സാറിന് മെസ്സേജ് ചെയ്യും, ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്, കുഴപ്പമുണ്ടോ? സാർ പറയും കുഴപ്പമില്ല. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ആ ഡയറി എടുത്ത് നോക്കിയപ്പം എനിക്കൊരിക്കലും ഞാൻ 99 സ്റ്റാർട്ട് ചെയ്തു, ഒരിക്കലും എനിക്ക് ആ വെയിറ്റ് കൂടിയിട്ടില്ല ഒരിക്കൽ പോലും. കുറഞ്ഞ് ഒരു 200 grams ആണെങ്കിൽ പോലും എനിക്ക് വീക്കിലി കുറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ഇടയ്ക്കൊക്കെ ഇച്ചിരി ചോറ് കൂടുതൽ കഴിക്കുമോ, അല്ലെ രാവിലെ ഉണ്ടാക്കുന്ന ഉപ്പുമാവോ അതൊക്കെ ഇച്ചിരി ചില ദിവസങ്ങളിൽ വിശപ്പ് തോന്നുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ കഴിക്കും. ഈ 200 grams എന്നുള്ള ചിലപ്പോൾ ഒരു 250 ആക്കും. അങ്ങനെയൊക്കെ ചിലപ്പം അങ്ങനെ കഴിച്ചിരുന്നെങ്കിൽ പോലും എൻ്റെ വെയിറ്റ് ഈ 3 മാസത്തില് കൂടിയിട്ടില്ല. അത് എല്ലാ ആഴ്ചയിലും അത് കുറഞ്ഞിട്ട് ചിലപ്പോൾ 200 grams ഒക്കെ കുറയത്തുള്ളെങ്കിൽ പോലും കുറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഡയറ്റിംഗ് എന്നുള്ളത്. സാറിന്റെ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ നേരത്തെ ഞാൻ വിചാരിച്ചത് ഈ 3 മാസം ഒന്നും കഴിക്കാൻ പറ്റില്ല, അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോകണം, നാട്ടിൽ പോകുമ്പോൾ എന്തായാലും ചോറൊക്കെ കഴിച്ചു പോകും, അപ്പൊ ഈ ചോറൊക്കെ കഴിക്കുന്നത് ഭയങ്കര പ്രശ്നമായിരിക്കും ഈ 3 മാസം കാരണം എനിക്ക് ഒരുപാട് അങ്ങ് വെയിറ്റ് വെച്ചുകൊണ്ട് എനിക്ക് എങ്ങനെങ്കിലും കുറയ്ക്കണമെന്നായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുന്നുണ്ട്. വീട്ടിൽ വെക്കുന്ന ചപ്പാത്തിയാണ് രാവിലെ സാർ പറഞ്ഞ പോലെ, എനിക്ക് കാർബോഹൈഡ്രേറ്റ് ഇത്ര അളവ് എന്നുള്ളതിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് കഴിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചില ദിവസം ഇച്ചിരി കൂടുതൽ കഴിക്കും. എന്നാൽ പോലും എനിക്കിത് ഡെയിലി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇന്നത് കഴിക്കാം, ചോറ് എനിക്ക് അവോയ്ഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഫിഷ് ആണേലും മീറ്റ് ആണേലും ഒന്നും എനിക്ക് അവോയ്ഡ് ചെയ്യേണ്ട, എല്ലാം എനിക്ക് ഇത്ര കഴിക്കാം. ഒരു ദിവസം കൂടുതൽ കഴിച്ചാൽ നെക്സ്റ്റ് ഡേ അതെനിക്ക് ബാലൻസ് ചെയ്യാൻ എനിക്ക് പഠിച്ചു. പിന്നെ എക്സസൈസ് ചെയ്യാന് നേരത്തെയൊക്കെ ഞാൻ വിചാരിച്ചു 1-2 മണിക്കൂർ എക്സസൈസ്, ട്രെഡ്മില്ല് ഇതൊക്കെ ചെയ്താലേ വണ്ണം കുറയത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ സാറ് തരുന്ന എക്സസൈസ് മാത്രമേ, ഒന്നാമത് എനിക്ക് എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ സാറ് ഓരോ ദിവസത്തെ തരുന്നത് മാത്രമേ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ഒത്തിരി നേരം ഇല്ല താനും, കറക്റ്റ് കൗണ്ടിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊരു വലിയ ബോറായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ അത്യാവശ്യം എനിക്ക് എന്താ പറയുന്നത്, എല്ലാ ഫുഡും കഴിക്കാനും പറ്റുന്നുണ്ട്. എന്നാൽ ഞാൻ സാവകാശം എൻ്റെ വെയിറ്റ് കുറഞ്ഞു. ഇപ്പൊ ഞാൻ ഹാപ്പി, എനിക്കിപ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഡ്രസ്സൊക്കെ ഇടുമ്പം എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ ഓവർ വെയിറ്റ് അല്ല. എനിക്ക് ഇനി ഒരു 10 കിലോ 15 കിലോ കുറയണം, എന്നാൽ പോലും ഇപ്പൊ ആരും എന്നെ കണ്ടാൽ ഓവർ വെയിറ്റ്, അയ്യോ ഒത്തിരി വണ്ണം ഉണ്ടെന്ന് ആരും പറയത്തില്ല. അപ്പൊ ഞാൻ ഒരു കോൺഫിഡൻസ് ലെവലിൽ എത്തി. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി എനിക്ക് കുറച്ചും കൂടെ കുറയ്ക്കണം. ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും എനിക്കൊരു 6 മന്ത് കൊണ്ട് ഞാൻ നല്ലൊരു ചേഞ്ച് എനിക്ക് ഇനിയും വരും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഓൾറെഡി എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞു.